ന്യൂഡൽഹിയിൽ നെഹ്റു കപ്പ് ഫൈനലിന് പന്തുരുളാൻ നിമിഷങ്ങൾ ബാക്കി നിൽക്കെ 1987 ഇതേപോലൊരു നെഹ്റു കപ്പ് ഫൈനലിന്റെ ഓർമ്മകളുമായി ഉറങ്ങുകയാണ് കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയവും. 87 നെഹ്റു കപ്പിന് കോഴിക്കോട് ആതിഥേയത്വം വഹിച്ചതോടെയാണ് അന്താരാഷ്ട്ര മത്സരങ്ങൾ നടത്താൻ ഉതകുന്ന തരത്തിൽ ഇവിടെ ഒരു ഗ്രാൻഡ് സ്റ്റാൻഡ് പവലിയൻ നിർമ്മിച്ചത്. ഈ പവലിയനാണിപ്പോൾ ദേശീയ ഗെയിംസിനു വേണ്ടി വിപുലീകരണാർത്ഥം പൊളിച്ചു മാറ്റിയത്. 87 നെഹ്റു കപ്പിന്റെ സമയത്ത് ഹോട്ടലുകളിൽ താൽക്കാലിക AC സംവിധാനം ഒരുക്കി. സർക്കാർ വായ്പ പ്രയോജനപ്പെടുത്തി ഫ്ലഡ് ലൈറ്റ് സ്ഥാപിച്ചു. റോഡ് വീതി കൂട്ടി. ഇങ്ങനെയൊക്കെയാണ് ടൂർണമെന്റിനായി സൗകര്യങ്ങൾ ഒരുക്കിയത്. മരപ്പലക കൊണ്ട് കാണികൾക്കായി താൽക്കാലിക ഇരിപ്പിടങ്ങളും ഒരുക്കി. അന്ന് നിർമ്മിച്ച ഗ്രാൻഡ് സ്റ്റാൻഡ് പവലിയനാണ് അറ്റകുറ്റപ്പണികൾ നടത്തി നിലനിർത്തി പോന്നത്. ഇത് പൊതുമരാമത്ത് വകുപ്പ് പൊളിച്ചു മാറ്റിയെങ്കിലും ദേശീയ ഗെയിംസ് പോലെ തന്നെ പുനർനിർമ്മാണവും വൈകുകയാണ്. സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് KJ മത്തായി, ഇവിടെയുള്ള സ്റ്റേഡിയങ്ങൾ കോർപ്പറേഷൻ സ്റ്റേഡിയം, മെഡിക്കൽ കോളേജ് ഗ്രൗണ്ടിൽ ഫുട്ബോൾ സ്റ്റേഡിയം അതേതാണ്ട് പകുതി പണിയായി നിൽക്കുകയാണ്. കോർപ്പറേഷൻ സ്റ്റേഡിയം തുടങ്ങിയിട്ടില്ല. അപ്പോൾ എന്തായാലും 2012 നാഷണൽ ഗെയിംസ് നടക്കാൻ പ്രയാസമാണ്. അന്താരാഷ്ട്ര മത്സരങ്ങൾക്ക് വേദിയാകേണ്ട കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിലെ ഗ്രാൻഡ് സ്റ്റാൻഡ് പവലിയൻ ദീർഘവീക്ഷണത്തോടെ പുനർനിർമ്മിച്ചില്ലെങ്കിൽ അത് ഭാവി കായിക തലമുറയോട് ചെയ്യുന്ന പാതകമാകുമെന്നാണ് കായിക പ്രേമികൾ ചൂണ്ടിക്കാട്ടുന്നത്. ക്യാമറമാൻ മുകേഷിനൊപ്പം MM രാഗേഷ്, ഇന്ത്യ വിഷൻ, കോഴിക്കോട്.